കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡ്. ഹലോ. ഹലോ, നമസ്കാരം. ഡേറ്റ് ഫിക്സ് ആയിട്ടുണ്ടോ? പെൻഷന് കുടിശ്ശിക എല്ലാം കൂടെ ഒരുമിച്ച് അയക്കുന്നുണ്ട് കേട്ടോ. എത്രയും പെട്ടെന്ന് അയക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ മാർച്ച് 21 തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കാത്തിരുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണ നടപടിയാണ് ഇപ്പോൾ വീണ്ടും ആരംഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അതേമാതിരി കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഉത്തരവ് എന്ന കാര്യം. ക്ഷേമ പെൻഷന്റെ ഉത്തരവ്, സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള ഉത്തരവൊക്കെ ഇറങ്ങിയ കാര്യം പറഞ്ഞിരുന്നു. ഇതിൽ ഫെബ്രുവരി മാസത്തിൽ അപേക്ഷിച്ചിട്ടും ലഭിക്കാത്ത ആളുകൾക്ക് ഫെബ്രുവരി മാസത്തെ 2ാം ഘട്ടവും മാർച്ച് മാസത്തെ തുകയുമാണ് ഇപ്പോൾ വിതരണം ആരംഭിച്ചിട്ടുള്ളത്. ഫെബ്രുവരി മാസത്തിൽ അപേക്ഷിച്ചിട്ടും ലഭിക്കാത്ത ആളുകൾക്കാണ് 2000 രൂപ എത്തിയിട്ടുള്ളത്. ബാക്കിയുള്ളവർക്ക് 1000 രൂപയുമാണ് എത്തിയിട്ടുള്ളത്. സംസ്ഥാനത്ത് BPL വിഭാഗമായ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ട 35 മുതൽ 60 വയസ്സുവരെയുള്ള സ്ത്രീകൾക്ക് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനോടനുബന്ധിച്ചാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത്. ഇത് പ്രകാരം ഫെബ്രുവരി മാസത്തിൽ തുക വിതരണം ആരംഭിച്ചു. 15 ലക്ഷത്തോളം അപേക്ഷകളിൽ 10 ലക്ഷത്തോളം ആളുകൾക്ക് മാത്രമാണ് തുക ലഭിച്ചിരുന്നത്. അന്ന് ലഭിക്കാതെ പോയിട്ടുള്ള ആളുകൾക്കാണ് ഫെബ്രുവരി മാസത്തെ 2ാം ഘട്ട വിതരണം ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. അവർക്ക് 2ാം ഘട്ട വിതരണത്തിലുള്ള 1000 രൂപ മാത്രമല്ല, മാർച്ച് മാസത്തിൽ എല്ലാവർക്കും ഒരു ഗഡു വിതരണം 1000 വിതരണം ചെയ്യുന്നുണ്ട്. അതുകൂടി ചേർത്ത് 2000 രൂപയാണ് അന്ന് ലഭിക്കാത്ത ആളുകൾക്ക് ലഭിക്കുന്നത്. അന്ന് ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് 1000 രൂപയും ഇപ്പോൾ അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. അപ്പോൾ ഇന്ന് ഈ തുക ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. വരും മാസങ്ങളിലും ഈ ഒരു തുക ലഭിക്കുന്നതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഉത്തരവ്, മെയ് മാസം വരെയുള്ള ഉത്തരവ് സംസ്ഥാന സർക്കാർ ഇറക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുകയാണ്. ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇനി ഉത്തരവൊന്നും ഇറക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മെയ് മാസം വരെ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അടുത്ത ഗഡുവും ഉടനെ ലഭിക്കും. കാരണം ഏപ്രിൽ 9 ഇലക്ഷൻ നടക്കുന്നത്. ഏപ്രിൽ 9 മുമ്പ് തന്നെ അടുത്ത ഗഡു 1000 രൂപയും സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കും. ക്ഷേമ പെൻഷന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ അടുത്ത ദിവസങ്ങളിലായിട്ട് വിതരണം ഉണ്ടാകും. അത് കഴിഞ്ഞ് ഏപ്രിൽ മാസത്തേത് 9 മുമ്പും ലഭിക്കും. ഇങ്ങനെയാണ് പെൻഷന്റെ കാര്യവും സ്ത്രീ സുരക്ഷാ പെൻഷന്റെ കാര്യവും. ഒരുപാട് ആളുകൾ ഇനിയും ഇതിലേക്ക് അപേക്ഷിച്ചിട്ടില്ല. 32 ലക്ഷത്തിലധികം ആളുകൾക്ക് ഇതിന് അർഹതയുണ്ട്. മറ്റ് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത മഞ്ഞ, പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ട 35 മുതൽ 60 വയസ്സുവരെയുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന സഹായമാണ്. ഈ പദ്ധതിയിലേക്ക് ഇനിയും അപേക്ഷ വെച്ചിട്ടില്ലാത്ത ആളുകൾ ഉടനെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ നൽകണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. സഹായം എന്ന് പറയുമ്പോൾ, മറ്റ് ആനുകൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ വീട്ടിലാർക്കെങ്കിലും ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് കൊണ്ട് ഇത് മുടങ്ങില്ല. മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് മുടങ്ങില്ല. ഈ വ്യക്തിക്ക്, ഇത് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് മറ്റ് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നില്ല എങ്കിൽ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ വരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഉറപ്പിന് വേണ്ടി 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ നമ്മൾ ആളുകൾ ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം ഫോൺ കോൾ ആയിട്ട് നിങ്ങളെ കേൾപ്പിക്കുകയാണ്. കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡ്. ഹലോ. ഹലോ, നമസ്കാരം. പെൻഷന്റെ എന്നൊക്കെയാണ് ഡേറ്റ് ഫിക്സ് ആയിട്ടുണ്ടോ? പെൻഷന് കുടിശ്ശിക എല്ലാം കൂടെ ഒരുമിച്ച് അയക്കുന്നുണ്ട് കേട്ടോ. എത്രയും പെട്ടെന്ന് അയക്കും. അല്ലാതെ ഉണ്ടോ? എല്ലാം ഉണ്ട്. ഉടനെ അയക്കും. ഒരുമിച്ച് അതിനുള്ള ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നൊക്കെയാണ് ഉണ്ടാവുക? അപ്പോൾ ഈ ഒരു രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. കുടിശ്ശിക നൽകും എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. പകുതി കുടിശ്ശികയായിരുന്നു എന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് നമുക്ക് ഈ ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ പകുതി കുടിശ്ശികയായിരിക്കും. അതായത് 9 മാസത്തോളം കുടിശ്ശിക ലഭിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് 17 മാസത്തിലധികമാണ് ഇപ്പോൾ കുടിശ്ശികയുള്ളത്. ആ 17 മാസത്തെ അല്ലെങ്കിൽ 18 മാസത്തെ പെൻഷൻ ഇവർക്ക് ലഭിക്കും. അതായത് 30,000 രൂപയ്ക്ക് അടുത്ത് ഈ ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. അത് ഈ മാർച്ച് മാസത്തിലും, അതായത് ഇലക്ഷൻ 9 നടക്കുന്നതിന് മുമ്പായിട്ട് അക്കൗണ്ടുകളിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരങ്ങളാണ്. പക്ഷെ ഉറപ്പ് നൽകാൻ 2 ദിവസത്തിന് ശേഷം വീണ്ടും വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊരു ഉറപ്പായിട്ട് നിൽക്കേണ്ട. എന്തായാലും ഈ ഒരു തുക നമുക്ക് ലഭിക്കാനുള്ള സാധ്യത ഉണ്ട്. കുടിശ്ശിക എന്തായാലും ഉണ്ട്. അപ്പൊ എത്ര മാസത്തേതാണ് എന്നുള്ളതാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇനി കാത്തിരിക്കുന്ന അറിയിപ്പ്. അപ്പോൾ ഈ
ഫോൺ കോളിൽ പറയുന്ന പ്രകാരം മുഴുവൻ ലഭിക്കും എന്നാണ് മാഡം പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതാണ്. ഇതാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനുമായി ബന്ധപ്പെട്ട് അറിയിപ്പ്. മറ്റൊന്ന് സ്ത്രീ സുരക്ഷാ പെൻഷൻ, അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ. ഇത് 3 മാസത്തേത് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഉത്തരവ് മുൻകൂറായിട്ട് അനുവദിച്ചിട്ടുണ്ട്. 2 ദിവസമായിട്ട് നമ്മൾ നിങ്ങളെ അത് അറിയിച്ചതാണ്. അത് പ്രകാരം ആ ഒരു തുകയും നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ മുൻകൂറായിട്ട് അനുവദിച്ചത് കൊണ്ട് തന്നെ ഏപ്രിൽ മാസത്തേത് വിഷുവിനോടനുബന്ധിച്ച് നേരത്തെ വിതരണം ചെയ്യുന്നതിനുള്ള ഉത്തരവ് കൂടി ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ വന്നിട്ടുണ്ട്. സ്ത്രീ സുരക്ഷാ പെൻഷന്റെ കാര്യവും അത് അങ്ങനെ തന്നെയായിരിക്കും. 2000, 3000 ഒക്കെ സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുമ്പോൾ 6000, 4000, 6000 വരെ ലഭിക്കാനുള്ള സാധ്യതയാണ് സമൂഹ സുരക്ഷാ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്, വിവാഹിതയല്ല പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാനുള്ള സമയപരിധി മാർച്ച് 31 നിന്നും ജൂൺ 30 വരെ നീട്ടിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അതിനുള്ള സാവകാശവും ലഭിച്ചിട്ടുണ്ട്. വരുമാന സർട്ടിഫിക്കറ്റ് ജൂൺ 30 അപ്പൊ അത്രയും സമയം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യം കൊണ്ട് ആരുടെയും പെൻഷൻ മുടങ്ങുകയില്ല എന്നുള്ളതും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.